ഹലോ, നമസ്കാരം. ആൻസൺ കുറുമ്പത്തിരുത്ത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിൻ്റെതായ വീറും വാശിയും ഒക്കെ ചുറ്റും കാണുവാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്പരം വാക്കുകൾ കൊണ്ട് ചെളിവാരി എറിഞ്ഞും അവകാശവാദങ്ങൾ ഉന്നയിച്ചുമൊക്കെ സ്ഥാനാർത്ഥികളും അണികളുമൊക്കെ അങ്ങ് നെട്ടോട്ടമോടുകയാണ്. ഏതായാലും ഈ കാലഘട്ടത്തിൽ തന്നെ സുന്ദരമായ ചില കാഴ്ചകളും കാണുവാൻ സാധിച്ചു. അതിലൊന്ന്, വാർഡ് മെമ്പറെ തിരികെ വിടുവാനായിട്ട് മനസ്സില്ലാതെ ഒരു നാട് മുഴുവൻ. അത് ഏറെ സന്തോഷം നൽകി. ഇനിയും വരണം എന്നുള്ള ഒരു അപേക്ഷ കൂടി അവരുടെ വാക്കുകളോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. മോനെ, ഇനിയും വരണേ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നുള്ളത്. സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വാർഡിലേക്ക് മത്സരിക്കേണ്ടി വന്ന വാർഡ് മെമ്പറെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, നന്ദിയോടെ, മനസ്സോടെ പറഞ്ഞയക്കുന്ന ഒരു നാട്, ഒരു ഗ്രാമം, ഒരു വാർഡ് ഏറെ സന്തോഷം നൽകിയ കാഴ്ചയായിരുന്നു. അതുപോലുള്ള ചില പ്രദേശങ്ങളെ കാണുവാനിടയായി. ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇതുപോലെയായിരിക്കണം ജീവിതവും. നാം ഏർപ്പെടുന്നത് ഏത് മേഖലയിലാണെങ്കിലും തിരികെ പോരുമ്പോൾ അവിടെ ഒരു നഷ്ടം ഫീൽ ചെയ്യണം. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നിരത്തുവാനായിട്ട്, സമ്മാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ആയിരിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും ആ ഇടം നമ്മുടെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ കൂട്ടായ്മയോടെയുള്ള ആ ഒരു മുന്നേറ്റം കൊണ്ടും ഏറെ സുന്ദരമാകണം. ആ ഒരു തീരുമാനം എല്ലാവരും എടുത്താൽ മതി. ജീവിതം സുന്ദരമാകും. നേരുന്നു. ശുഭദിനം.